ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അത് എല്ലാവരും കണ്ടിക്കണോന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം കണ്ടവർക്കൊക്കെ മനസ്സിലാവും. ഉമ്മ വീട് മാറാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ മാറിയിട്ടോ. ഞാനില്ലായിരുന്നു. ഞാൻ 2 ദിവസം എൻ്റെ നാത്തൂൻ്റെ വീട്ടിലായിരുന്നു. അവിടെ ചെറിയ ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു. മോളെ എൻഗേജ്മെൻ്റ് ഒക്കെ ആയിരുന്നു. ആ വീഡിയോ ഞാൻ ഇട്ടിക്കണ്. അതും എല്ലാവരും കാണാത്തവരൊക്കെ പോയി കാണാം. അപ്പോൾ ആ ഒരു തിരക്കിലായപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരാനൊന്നും പറ്റിയില്ല. ഇവിടെ അവർ സാധനങ്ങളെല്ലാം എടുത്ത് ഒക്കെ ഫിനിഷിങ് ആക്കിയിട്ട് അപ്പം ഉമ്മൻ്റെ ചെടികളൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നല്ല വൃത്തിയുണ്ട് കാണാൻ. അപ്പോൾ ഇങ്ങനെ നിരയായിട്ട് വെച്ചപ്പോൾ നല്ല ഇതുണ്ട്. മുകളിലാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാ വന്ന പാടെ തന്നെ ആയിഷ നല്ല ഉറക്കിലാട്ടോളം അറിഞ്ഞില്ല ഞാൻ വന്നതൊന്നും. പിന്നെ നമ്മളെ ഈ കിളിനെയൊക്കെ ഓർമ്മ ഉണ്ടോ? അവിടെ താഴെ ഇരുന്ന ആൾ. അപ്പോൾ ഇതിനെ നല്ലൊരു ഭാഗമൊക്കെ കെട്ടി അവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ ചെടീനൊക്കെ കണ്ടില്ലേ അവിടെ സ്റ്റാൻഡിൽ? ആളൊക്കെ ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നും അതുപോലെ പോണ ദൂരം തന്നെ ഉള്ളൂ കേട്ടോ. കുറച്ച് ദൂരമുള്ളൂ. ആ മെയിൻ റോഡിൽ നിന്നും നമുക്ക് കുറച്ച് ദൂരമുള്ളൂ ഇങ്ങോട്ടേക്ക്. അപ്പോൾ നല്ല ചെടിയൊക്കെ എത്രയോ വെക്കാം. ഇനിയും സ്ഥലം ബാക്കിയാണ് കേട്ടോ. പിന്നെ ഉമ്മൻ്റെ കുറച്ച് അയൽവാസികളാണിത്. താഴെയുള്ളവരൊക്കെയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു തന്ന ആ വീഡിയോ ഉണ്ടല്ലോ, അതിൽ അവിടെ ആ ഫ്ലാറ്റിൽ ഇവർ താമസിച്ചിരിക്കണം കേട്ടോ. ആ വലിയമ്മയും ഉമ്മയൊക്കെ മോളും താമസിച്ചിരിക്കണ്. അപ്പം നമ്മുടെ ആദ്യത്തെ അയൽവാസി തന്നെയാണ്. 6 വർഷം താമസിച്ചിട്ടുള്ള ആ ഒരു പരിചയം തന്നെ ഉണ്ട് അവരായിട്ട്. അപ്പോൾ അവരിപ്പം നമ്മളെ താഴെ ആ ചെടി കണ്ടില്ല, അവിടെയാണ് താമസിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പെർമിഷനൊന്നും ഇല്ലാതെ വീഡിയോ എടുത്തത്. അല്ലാതെ അറിയാത്തവരെ പോയി നമ്മൾ വീഡിയോ എടുക്കാമെന്നുണ്ടെങ്കിൽ അവരെ ചീത്ത വെക്കും. അപ്പോൾ അവരെ നല്ലോണം അറിയണ നല്ലൊരു നെയ്ബർ തന്നെയാണ് നമുക്ക് കിട്ടാതെ. നല്ല ഉപകാരമുള്ള ഒരാൾ തന്നെയാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ കുറച്ച് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആർക്കും കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും കുറച്ച് കൊടുക്കാം. മധുരം ഏത് വാടക വീടായാലും സ്വന്തം വീടായാലും ഒരു മധുരം കഴിക്കുന്നത് അത് നല്ലതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചടങ്ങാണല്ലോ അത്. അതിന് വേണ്ടി പിന്നെ കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കാം. ഞാനല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, നിഫുവാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പാലൊഴിച്ച് കൊടുത്തു എന്നുള്ളൂ. പിന്നെ കുറച്ച് ഉന്നക്കായി. ഞാൻ ഈവനിങ്ങിനാണ് കേട്ടോ പോകുന്നത്, രാവിലെ പോയിട്ടില്ല. ഈവനിങ്ങിനായപ്പോഴാണ് ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞത്. പിന്നെ അവൾ വേഗം ഉന്നക്കായ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ കുറച്ച് മുട്ട ബജി ഉണ്ടായിരുന്നു. മുട്ട ബജി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അതൊക്കെ നമുക്ക് ചായക്കും കൂട്ടാം. പായസം ഉണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ അതൊക്കെ അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് പോയമ്പക്കം അതൊക്കെ ആക്കി. പിന്നെ അതുപോലെ നമുക്ക് പെട്ടെന്ന് അതുപോലെ ഒരു കല്യാണ വിളി വന്ന്, അത് അവളെ എളാപ്പൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ അവരും വന്നീനു പെട്ടെന്ന്. അങ്ങനെ നമ്മളെ ഈ ചായയിലൊക്കെ അവരും വന്ന്, ഉപ്പയും ഉമ്മയും വന്നീനു, നിഫുൻ്റെ ഉപ്പയും ഉമ്മയും വന്നീനു. എല്ലാവരും പെട്ടെന്നായിപ്പോയി വന്നത്, എല്ലാവരും ഒരുമിച്ചായി വന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഇതൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച്. വീട് മാറിയാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഒരുപാട് സാധനം 2 ദിവസം കൊണ്ടോ ഒരു ദിവസം കൊണ്ടൊന്നും എടുത്താൽ തീരൂലല്ലോ. അപ്പോൾ ഇവർക്ക് കുറേ ഇനിയുണ്ട് ഒതുക്കാനും വെക്കാനും എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിണ്. ഞാൻ ഇതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെയുള്ള ഒരുവിധമൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ഡ്രസ്സുകൾ തന്നെ ഉണ്ടാവുമല്ലോ നമുക്ക് മടക്കി വെക്കാനും അതിൻ്റെ സ്ഥാനത്ത് വെക്കാനും ഒക്കെ. അപ്പോൾ അതൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വരുമ്പോഴേക്കും. പിന്നെ എനിക്ക് പൊടി പാറുന്ന സംഗതികളൊന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റൂല. പിന്നെ താഴെയുള്ള ഞാൻ പറഞ്ഞല്ലോ ആ നെയ്ബർ ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ. നമ്മളെ പേര് എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ ഇനി പറഞ്ഞാൽ ബുദ്ധിമുട്ടാവുമോ വിചാരിച്ചിട്ടാണ്. ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ അവർ ചെയ്യുന്നത്. പിന്നെ ഇതാ 2 റൂമാണുള്ളത്. ഒന്ന് ഉമ്മക്കുള്ളതും പിന്നെ ഒന്ന് ബ്രദറിൻ്റെതും അങ്ങനെ. പിന്നെ അവിടെ കണ്ട ആ ഒരു ഹോളിൻ്റെ മാതിരി തന്നെയാണ് കേട്ടോ അവിടെ. ചെറിയൊരു ഹോളാണ്. പിന്നെ അതുപോലെ സ്റ്റഡി ടേബിൾ ഐഷുവിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് ആ ഒരു സൈഡിൽ. പിന്നെ വാഷ് മെഷീൻ ഉള്ള സാഹചര്യത്തിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒരു വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര നല്ലൊരു ഇതായി തോന്നിയത് എന്താണെന്ന് പറയുക, ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവരെ കിച്ചണാണ് കേട്ടോ. കാരണം അവിടുത്തെ കിച്ചൺ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഒരു ചെറിയൊരു റാക്കും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയൊരു കുഞ്ഞ് കിച്ചണായിരുന്നു. അതിൽ എന്താ പറയുക,
എനിക്ക് ഒട്ടും ഇഷ്ടമല്ലേനു. ഇവിടെ വന്നപ്പോൾ ഈ ഒരു കിച്ചൺ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വീതി കൂടിയ റാക്കുണ്ട്, നല്ല നീളത്തിൽ തന്നെയാണ് സംഭവം. പിന്നെ കുറേ സൗകര്യം അവിടെ ഇവിടെയൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട്. വാരി വലിച്ച് ഇപ്പം കാണുന്ന മാതിരി നോക്കണ്ട, ഇനി അതൊന്ന് ഒതുങ്ങി വരണമല്ലോ അവർക്ക്. എന്നാലുള്ള സൗകര്യത്തിലൊക്കെ അവർ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനിയും അവർ നിൽക്കണ അനുസരിച്ചിട്ട് നമുക്കൊരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടൊന്നും ഒതുങ്ങി കഴിയൂലല്ലോ. ഇത് ഇനി അവർ നിന്ന് ഓരോ സ്ഥലത്ത് ഓരോ ഭാഗത്താക്കി വെക്കണം, എന്നാലേ അതൊക്കെ അവർ ശരിയാവുള്ളൂ. അതും അവരെന്നെ എടുത്ത് വെക്കണം, നമ്മളെടുത്ത് വെച്ചിട്ടൊന്നും കാര്യമില്ല. അവരെന്നെ എടുത്ത് വെച്ചാൽ അവർക്കത് പിന്നീട് അത് എവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇത് നിഫുവിൻ്റെ ഉമ്മൻ്റെയും ഉപ്പൻ്റെയും കൂടെ വന്നാണ് കേട്ടോ, മാമൻ്റെ മോളാണ്. എൻ്റെ മിക്ക വീഡിയോയിലൊക്കെ ആളുണ്ടാവലുണ്ട്. പിന്നെ എൻ്റെ ഉമ്മൻ്റെ ഭയങ്കര ടെൻഷൻ കേട്ടോ, അവിടെ പോയാൽ വെളിച്ചം ഉണ്ടാവോ മീൻസ് മുറ്റത്തൊക്കെ വെളിച്ചം ലൈറ്റൊക്കെ ഇടുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇരുട്ടായി പിടിക്കുന്ന സ്ഥലമാണോ അങ്ങനെയൊക്കെയുള്ളൊരു ബേജാറേനു. അപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ. ഇവിടെ വന്നപ്പം മുറ്റമൊക്കെ നല്ല വെളിച്ചവും കാര്യങ്ങളും വാഹനം ഓടുന്നു ഒക്കെ ഉണ്ട്, നല്ല ക്ലിയർ തന്നെയാണ്. അപ്പോൾ അവിടത്തേനെക്കാട്ടി നമുക്ക് ഇതാ അവിടെ ഈ ഒരു ഹോളിലേക്കാണ് നേരെ ചെന്ന് കയറുന്നത്. ഇങ്ങനെ ഇതുപോലെ കുലായോ അങ്ങനെ ഒന്നും ഇല്ലേനു, ഇരിക്കാനുള്ള സിറ്റ് ഔട്ടോ അങ്ങനെ ഒന്നും ഇല്ലേനു കേട്ടോ അവിടെ. അപ്പം ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ പിന്നെ ഇത്രയും നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടോ. ഞാൻ ആ വീട് മാറിയത് ഇനി ഞാൻ എൻ്റെ ഉമ്മൻ്റെ അടുത്ത് വന്നാൽ ഈ ഒരു വീട്ടിലാക്കായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടാവുമല്ലോ, അവർ വിചാരിക്കുമല്ലോ ഇതെവിടാണ് എങ്ങനെയാണെന്നൊക്കെ ഒരു സംശയം. നിങ്ങൾ കമൻറ്റ് ഇട്ടില്ലെങ്കിലും ഒരു സംശയം ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാനൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ.